ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഇനിയുള്ള അരമണിക്കൂർ പരിസ്ഥിതി വാർത്തകളാണ്. സ്വാഗതം. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കലാണ് ഈ പരിസ്ഥിതി ദിനത്തിലെ സന്ദേശം. നമ്മുടെ പരിസരത്തെ ചേർത്തു പിടിക്കാൻ പ്ലാസ്റ്റിക് ഇല്ലാത്ത കാലം ഉന്നം വച്ചേ മതിയാകും. പ്ലാസ്റ്റിക് മാസ്കിട്ട ഒരു മീനിനെ കണ്ടു. വലയിൽ കുടുങ്ങും മുൻപേ വായിൽ കുരുങ്ങി ചത്തുപോയത്. കാട് വിട്ടുവന്ന കാട്ടാനയ്ക്കറിയില്ലല്ലോ പുഴതീരങ്ങളിൽ, കടലാഴങ്ങളിൽ, കാടകങ്ങളിൽ, ഇടവഴികളിൽ, നിരത്തോരങ്ങളിൽ, മൺകീഴിൽ എവിടെയും കുന്നുകൂടുന്ന കൊടിയ വിഷം. പ്ലാസ്റ്റിക്കിനെ മറ്റെങ്ങനെ നിർവചിക്കാനാണ്? മണ്ണിനടിയിൽ പൊടിഞ്ഞു തീരാതെ പതിയിരിക്കുന്ന തീരാവിപത്താണത്. ഈ ഒരൊറ്റ വർഷം ലോകമാകെ 51 കോടിയിലേറെ ടൺ പ്ലാസ്റ്റിക് ഉപയോഗിക്കുമെന്നാണ് കണക്ക്. അവസാനിപ്പിക്കാം പ്ലാസ്റ്റിക് മലിനീകരണം. ഇത്തവണത്തെ പരിസ്ഥിതി ദിനം വിരൽ ചൂണ്ടുന്ന സന്ദേശം അതാണ്. അവസാനിപ്പിക്കണം നമ്മൾ. വേണ്ടെന്നു വയ്ക്കാം നമുക്ക്. നല്ല പരിസ്ഥിതിയുടെ നാളെ തേടി. ന്യൂസ് ഡെസ്ക് ജനം. മനുഷ്യർക്ക് അസുഖം ബാധിച്ചാൽ നമ്മൾ ഡോക്ടറെ കണ്ട് ചികിത്സ തേടും. പക്ഷേ വൃക്ഷങ്ങൾക്ക് ചികിത്സ ആവശ്യമെങ്കിൽ എന്തു ചെയ്യും? കോട്ടയത്ത് ഒരു ട്രീ ഡോക്ടറുണ്ട്. വാഴൂർ സ്വദേശി ബിനു മാഷ്. ഒരു വർഷം മുൻപ് മാഷ് ചികിത്സിച്ച ആൽമരം ഇന്ന് നാമ്പിട്ട് തുടങ്ങി. കഴിഞ്ഞ കൊല്ലത്തെ വർഷക്കാലം കോട്ടയം ചിറക്കടവിൽ തണലും തണുപ്പുമേകി നിന്നിരുന്ന ഭീമൻ ആൽമരത്തിൽ ഒരു ഇടിമിന്നലേറ്റു. ശാഖകൾ കരിഞ്ഞു വീണു. റോഡ് വീതി കൂട്ടുന്നതിനായി മരത്തിനോട് ചേർന്ന ടാറിടലും കൂടിയായതോടെ ഈ ആൽമരത്തിന് ചരമഗീതമായി. പക്ഷേ ഇക്കാലം അത്രയും നാടിന്റെ മുഖമായിരുന്ന ആൽമരത്തെ അങ്ങ് വിട്ടുകളയാൻ ബിനുമാഷിന് തോന്നിയില്ല. 2024 ഓഗസ്റ്റിൽ പാരമ്പര്യ ശാസ്ത്രപ്രകാരം ഔഷധക്കൂട്ടുകൾ കൊണ്ട് ചികിത്സ ആരംഭിച്ചു. ചികിത്സ ഫലിച്ചു. വർഷം 1 കഴിയും മുമ്പേ ആൽമരം തളിരിട്ടു. അങ്ങനെയുള്ള ആ വൃക്ഷായുർവേദ കൂട്ടുകൾ മായമൊന്നും ചേർക്കാതെ കൃത്യമായി അളവ് തിട്ടപ്പെടുത്തി ചെയ്ത് ആണ് ഇതിന് ജീവൻ വെച്ചിട്ടുള്ളത്. ചിലവ് കൂടിയെങ്കിൽ കൂടിയും ഈ ഇത്തരത്തിൽ മരങ്ങളെ സംരക്ഷിക്കുമ്പോൾ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ഇതിനോടകം തന്നെ നിരവധി മരങ്ങൾക്ക് വൃക്ഷായുർവേദത്തിലൂടെ ജീവൻ തിരിച്ചു നൽകാൻ ഉള്ളായം UP സ്കൂളിലെ ഹിന്ദി അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ബിനുമാഷിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും അകാല മരണത്തിനു മുൻപേ മരങ്ങളെ അദ്ദേഹം വീണ്ടെടുത്തു. അതുകൊണ്ട് 226 മരങ്ങളെ ഞങ്ങൾക്ക് പരിചരിക്കാനുള്ള അവസരം ലഭിച്ചു. കേരളത്തിനകത്തും അന്യ സംസ്ഥാനങ്ങളിലുമായി. അതിൽ 186 എണ്ണം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് സന്തോഷം നൽകുന്നു. വൃക്ഷായുർവേദം 90% വിജയം കാണുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പരിസ്ഥിതി ദിനങ്ങൾ മരം നടുന്നതിന് വേണ്ടി മാത്രമാകരുതെന്നാണ് ബിനുമാഷിന്റെ ഉപദേശം. നട്ട മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാകണം. മരം ആദ്യം വളർന്നു പന്തലിക്കേണ്ടത് മനസ്സിലാണ്, പിന്നെ മണ്ണിലും. മിഥുൻ അയ്യപ്പൻ, ജനം, കോട്ടയം.
കടൽ കയറ്റവും ലവണാംശ വർധനയും കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ സംഭവിച്ചു തുടങ്ങിയതായി ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ അംഗവും രാജ്യാന്തര കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടറുമായ ഡോക്ടർ KG പത്മകുമാർ. ഇതിനെ ഗൗരവമായി കണ്ട് കടൽ കായലോരങ്ങളിൽ ജൈവ കവചം തീർത്ത് കടൽ കയറ്റം ചെറുക്കണം എന്നാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നൽകാനുള്ള സന്ദേശമെന്നും ഡോക്ടർ പത്മകുമാർ പറഞ്ഞു. കേരള തീരത്ത് വേലിയേറ്റത്തിന്റെ തോത് മുൻകാലങ്ങളിൽ 1.1 മീറ്റർ ആയിരുന്നത് 1.9 മീറ്ററായി വർദ്ധിച്ചതായും മാർച്ച് മാസത്തിൽ ഇത്തരത്തിലുണ്ടായ വേലിയേറ്റം 15 ദിവസത്തിലധികം നീണ്ടുനിന്നു എന്നത് കേരള തീരത്ത് കടൽ കയറ്റം വന്നു കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണെന്നുമുള്ള ഗൗരവതരമായ മുന്നറിയിപ്പാണ് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ അംഗവും രാജ്യാന്തര കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടറുമായ ഡോക്ടർ KG പത്മകുമാർ നൽകുന്നത്. 10, 50, 100 വർഷം കഴിഞ്ഞ് വരാൻ പോണ കാര്യമായിട്ടാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം കാലാവസ്ഥാ മാറ്റം വരുന്നു, അതുകൊണ്ട് കടൽനിരപ്പ് ഉയരും, തീരദേശ മേഖലയൊക്കെ ഗുരുതരമായ പ്രതിസന്ധി വെല്ലുവിളി നേരിടുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആൾറെഡി ഈ പ്രശ്നത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. ഫെബ്രുവരി 28 കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ഉയർന്ന ഒരു വേലിയേറ്റം ഉണ്ടായി. 1.95 മീറ്റർ വരെ, സാധാരണ 1 മീറ്റർ 1.1 മീറ്റർ നിൽക്കുമ്പോൾ. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? തണ്ണീർമുക്കം ബണ്ട് അടച്ചിട്ടിരുന്നിട്ട് പോലും ബണ്ടിന് വടക്ക് ഭാഗത്ത്, ഏതാണ്ട് ചെങ്ങണ്ട മുതൽ അരൂക്കുറ്റി വരെയുള്ള ഭാഗത്തെ വീടുകൾ മുഴുവൻ വെള്ളത്തിലായി. വേമ്പനാട്ട് കായലിലെ ലവണാംശം 2010 കാലഘട്ടം വരെ പരമാവധി 11% ഇന്നത് 23% വരെ എത്തുന്നതായും കടലിലേത് 33% മാത്രമാണെന്ന യാഥാർത്ഥ്യം സ്ഥിതി എത്രത്തോളം ആപത്കരമെന്ന് വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. പരമാവധി തണ്ണീർമുക്കം ബണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ഉപ്പുരസം കുമരകം മുതൽ 10 PPT, കടലിലെ 34, 33, 34 PPT സല്ലിറ്റി വരുമ്പം 10 PPT അല്ലെ 11 PPT കൂടുതൽ വരുന്നില്ല. പക്ഷേ ഇങ്ങനെ പിന്നീട് 2010 ശേഷം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഓരോ വർഷവും ക്രമാനുഗതമായി ലവണത്വം വർദ്ധിച്ച് 23 PPT സല്ലിറ്റി വരെ വൈക്കം ഭാഗത്ത് അല്ലെ തണ്ണീർമുക്കം ഭാഗത്ത് വന്നു. ഇത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഓരോ വർഷം ഇങ്ങനെ പോയാൽ എന്താണ്, കടലിങ്ങടുത്ത് വന്നോ? കടൽ കയറിയില്ല, പക്ഷേ കടലിലെ ലവണത വന്നു കഴിഞ്ഞു എന്നുള്ള ഒരു ഭയാശങ്ക ഉണ്ടാക്കി. വേനൽക്കാലത്തും പുഴയിലും കായലിലും ഒഴുക്ക് വർദ്ധിപ്പിക്കുക, കായലിൽ അടിഞ്ഞിട്ടുള്ള എക്കൽ പമ്പ് ചെയ്യാതെ വെട്ടിയെടുത്ത് കടൽ കായലോരങ്ങളിൽ നിക്ഷേപിച്ച് അവിടെ ഉയർന്ന സാന്ദ്രതയിൽ കണ്ടൽക്കാടുകൾ സൃഷ്ടിക്കുകയുമാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗമെന്നും വരുന്ന 10 വർഷം ഇത് ഒരു യജ്ഞമായി കണ്ട് നടപ്പാക്കണമെന്നും ഡോക്ടർ പത്മകുമാർ നിർദ്ദേശിക്കുന്നു. ഈ പരിസ്ഥിതി ദിനത്തിൽ കുട്ടനാട് പോലുള്ള, ആലപ്പുഴ പോലുള്ള കായൽ മേഖലയിൽ നമ്മൾ കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയാനുള്ളത്, കടൽ നിരപ്പ് ഉയരുന്നത് യാഥാർത്ഥ്യമാണ്, കാലാവസ്ഥാ മാറ്റം യാഥാർത്ഥ്യമാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ വഴികൾ നേടണം. അടുത്തൊരു 10 വർഷം നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം അതായിരിക്കണം. കടൽ തീരത്തും കായലോരങ്ങളിലും ജൈവ കവചം സൃഷ്ടിക്കുക. നമ്മുടെ കടൽനിരപ്പ് ഉയരുന്നത് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിരോധ മേഖലയായിട്ട്, പ്രതിരോധ കവചമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ജൈവാവരണം സൃഷ്ടിക്കുന്നതിന് പ്രാമുഖ്യം കൊടുക്കണം. കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയെ ആകെ തകിടം മറിക്കുന്ന തരത്തിൽ കടൽ തീരം കടന്ന് കുട്ടനാട്ടിലേക്ക് എത്തുന്നുവെന്ന മുന്നറിയിപ്പാണ് സമീപകാല അനുഭവങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഡോക്ടർ KG പത്മകുമാർ പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ സുമേഷ് പിന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. തിരുവനന്തപുരത്തെ വെള്ളായണി കായലും പുഞ്ചക്കരിയും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. കായൽ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പ്രകൃതിക്ക് ദോഷമാകാതിരിക്കാൻ കരുതലോടെ പോരാടുകയാണ് ഒരു മനുഷ്യൻ. ചെറുതോണി തുഴഞ്ഞ് വെള്ളായണി കായലിൽ നിന്ന് ഇതിനോടകം നീക്കം ചെയ്തത് 1500 കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്.
ഈ ഇന്ത്യയുടെ ഈ മഹാഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ചൂലെടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരന് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്നുള്ള ചിന്ത എനിക്ക് തോന്നി. ആദ്യം എന്നെ കളിയാക്കിയിരുന്നു, എന്നെ ചിലപ്പോൾ ചീത്ത വിളിച്ചവരുണ്ടായിരുന്നു. ജൈവ സംസ്കൃതിയുടെ കലവറയാണ് വെള്ളായണിക്കായലും പുഞ്ചക്കരിയും. വെള്ളായണിക്കായലിനെ മാലിന്യമുക്തമാക്കുന്നതിൽ, പ്ലാസ്റ്റിക് രഹിതമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ബിനു പുഞ്ചക്കരി എന്ന വെള്ളായണിക്കാരൻ സ്വന്തമായി തോണി തുഴഞ്ഞ് 1500 കിലോയിൽ പരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വെള്ളായണിക്കായലിൽ നിന്ന് നീക്കം ചെയ്തത്. കൊറോണ സമയത്ത് എല്ലാവരും അടച്ചിരുന്ന സമയത്താണ് ഞാൻ സ്വന്തമായിട്ടൊരു വള്ളം ഉണ്ടാക്കിയത്. ആ വള്ളം ഉണ്ടാക്കി തുടങ്ങിയതാണ് ഇതിൻ്റെ ആരംഭം. അതായത് ഞാൻ ഈ വള്ളം ഉണ്ടാക്കി ഇത് പരീക്ഷിക്കാൻ, അത് വെള്ളത്തിൽ മുങ്ങോ നെവരോ കിടക്കോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി കൊണ്ടിറങ്ങിയതാണ്. ആ സമയം അന്നേരം കണ്ട കുറച്ച് പ്ലാസ്റ്റിക് എടുത്തു. അത് കുറേ ദൂരം പോയപ്പം ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആയി. ഇപ്പോൾ 3.5 വർഷമായിട്ട് തുടങ്ങി 1600 കിലോയ്ക്ക് മേളിൽ വേസ്റ്റ് ഞാൻ എടുത്തു. കൊറോണയുടെ വിരസതയിൽ നിന്നാണ് ബിനു പുഞ്ചക്കരി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കാൻ ആരംഭിച്ചത്. അതിന്ന് വെള്ളായണിക്കായലിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഒത്തിരി പ്ലാസ്റ്റിക് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിച്ചു ഞാനത് ഒറ്റയ്ക്ക് എടുത്ത് തീർക്കില്ല എന്ന് വിചാരിച്ചു. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അതിൽ നിന്നും ഞാൻ പാഠം ഉൾക്കൊണ്ടിട്ടാണ് 1600 കിലോ വേസ്റ്റ് ഞാൻ എടുത്തത്. അപ്പോൾ ആൾക്കാർക്ക് കൗതുകമായി. ഒറ്റയ്ക്കായാലും ഇതൊക്കെ കഴിയുമെന്ന് മനസ്സിലായതിന് ശേഷമാണ് ഇപ്പോൾ അതായത് പുഞ്ചക്കരി വാക്കേഴ്സ് സംഘടന, അല്ലാതെ വിവിധ സ്കൂളുകൾ, കോളേജുകൾ, സാംസ്കാരിക സംഘടനകൾ ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കേവലം വെള്ളായണിയിലും പുഞ്ചക്കരിയിലും ഒതുങ്ങുന്നതല്ല ബിനുവിൻ്റെ സ്വപ്നം. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മുക്തമായ ജലാശയങ്ങൾ. അതിപ്പോൾ പുഞ്ചക്കരി വെള്ളായണിക്കായലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പുഞ്ചക്കരി തോടുന്നല്ല. ഇത് കഴിഞ്ഞ് ഇത് പൂർണ്ണമായി തീർന്നു വന്നു കഴിഞ്ഞാൽ അടുത്ത് എവിടെയാണോ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കാണുന്നത് അങ്ങോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ ഭാരത് അഭിയാനും തനിക്ക് പ്രചോദനമായെന്ന് ബിനു പറയുന്നു. ഈ മഹാഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ചൂലെടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരന് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്നുള്ള ചിന്ത എനിക്ക് തോന്നി. അദ്ദേഹം മുൻകൈ എടുത്തതിൽ തന്നെയാണ് എനിക്കിതിൽ വീണ്ടും ചെയ്യണമെന്ന് തോന്നാനുള്ള കാരണം. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരോട് മാത്രമല്ല, അത് കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാത്ത സർക്കാർ സംവിധാനങ്ങളോടും ബിനുവിന് വിയോജിപ്പാണ്. സഞ്ചാരികളോടല്ല, നമ്മളിവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. വരുന്നവർക്ക് ദാഹിക്കുമ്പോൾ അവർ വെള്ളം വാങ്ങിച്ച് കുടിക്കും, വിശക്കുമ്പോൾ പാക്കറ്റ് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കും. അവർ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന സാധനം അതിനെ കളക്ട് ചെയ്ത് അതിനെ സംസ്കരിക്കാനുള്ള സംവിധാനം ഇവിടുത്തെ സർക്കാർ ഉണ്ടാക്കണം. പ്ലാസ്റ്റിക് എന്ന മഹാവിപത്ത് പ്രകൃതിക്കും മനുഷ്യനും ദോഷകരമാകുന്ന ഈ സാഹചര്യത്തിൽ ബിനു പുഞ്ചക്കരിയെ പോലുള്ളവർ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. ഇനിയെങ്കിലും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം പ്ലാസ്റ്റിക് മാലിന്യത്തെ മുക്തമാക്കാൻ. പരിഹാസങ്ങളും ആക്ഷേപങ്ങളും വകവയ്ക്കാതെ ലോക പരിസ്ഥിതി ദിനത്തിലും ബിനു പുഞ്ചക്കരിയുടെ യാത്ര തുടരുകയാണ്. ക്യാമറമാൻ വിജു എം സായിക്കൊപ്പം പ്രശാന്ത്, ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. ജീവൻ പണയം വെച്ച് തണ്ണീർത്തടത്തിന് കാവലിരിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് കോഴിക്കോട്ട് സരോവരത്ത്. ഈ പരിസ്ഥിതി ദിനത്തിൽ മറ്റു പലയിടങ്ങളിലും മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ കോർപ്പറേഷൻ കാട്ടുന്ന ജാഗ്രതയുടെ ഒരംശം മതി ഭൂമാഫിയയുടെ കയ്യിൽ നിന്ന് സരോവരത്തെ മോചിപ്പിക്കാനെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാടവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരവിട മക്കളെ, അതുതന്നെയാണ് സരോവരത്തെ ജനങ്ങൾക്കും ചോദിക്കാനുള്ളത്. കണ്ടൽക്കാടുകൾ എവിടെ? പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു തരുന്ന വരദാനം. അതിന്റെ സുഖം ആവോളം നുകർന്നവരാണ് സരോവരത്തെത്തുന്ന ഓരോ മനുഷ്യരും. പ്രകൃതി അതിന്റെ എല്ലാ വശ്യതയോടും നൽകുന്ന അതിമനോഹര കാഴ്ച.
സുന്ദര കാഴ്ചയ്ക്കിനി അധികം ആയുസില്ല. ഭൂമാഫിയ കഴുകൻ കണ്ണുമായി സരോവരത്തെ തണ്ണീർത്തടത്തെ ലക്ഷ്യമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. തണ്ണീർത്തടത്തിന്റെ പകുതിയും മണ്ണുമാന്തി യന്ത്രത്തിന്റെ കൈകളിൽ ഞെരിഞ്ഞമർന്നു കഴിഞ്ഞു. എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ഇങ്ങനെ പോയി കാവലിരിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. എല്ലാ ആഴ്ചയും ഇവർ ഓരോ സ്ഥലമായി മണ്ണിട്ട് നികത്തി എത്ര ന്യൂസിൽ വന്നാലും എത്ര കോടതിൻ്റെ വിധി വന്നാലും ഓർഡർ വന്നാലും അവരുടെ ഭാഗത്തുനിന്ന് നിർത്തുന്നേ ഇല്ല. അവരിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. കണ്ടൽക്കാടുകൾ നികത്തി ബാക്കിയുള്ളവ കൂടി നികത്താനുള്ള മറയാണ് ഈ ഇരുമ്പ് ഷീറ്റുകൾ. JCB എന്നെ എടുത്തുണ്ടായത് രാത്രി 12 മണിക്ക് അവരെടുത്തുണ്ടായത്. അതും ഞങ്ങൾ എത്രയോ ദിവസം ഞങ്ങൾ ഉറക്കം കഴിഞ്ഞ് കാത്തു നിന്നതാണ്. പിന്നെ അത് ആളൊക്കെ ഒഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു എടുത്തുണ്ടായി. അത്യപൂർവ ഇനത്തിൽപ്പെട്ട സംരക്ഷിത കണ്ടലുകളുണ്ടായിരുന്ന 200 ഏക്കർ പ്രദേശത്ത് 100 ഏക്കറോളം കണ്ടൽ വനങ്ങൾ നികത്തി കഴിഞ്ഞു. ഞാൻ വലുതാവുന്നതിനനുസരിച്ച് കാട് ചെറുതാവും, കുറഞ്ഞു വരും. ഞാൻ വലുതാവുമ്പോൾ കാട് കുറയാ. നല്ല വിഷമം തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല ഉണ്ടായിട്ട് എന്താ പറയുക, നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഇപ്പോഴും നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ആ ഒരു ഭാഗത്ത് ഫുള്ള് മണ്ണിടലും കാട് വെട്ടലും അങ്ങനത്തെ പരിപാടിയൊക്കെ. കോർപ്പറേഷനോട് പലതവണ ഇവർ പരാതിപ്പെട്ടു. കൺമുന്നിൽ നടക്കുന്ന ഭൂമാഫിയുടെ കയ്യേറ്റം ചൂണ്ടിക്കാട്ടി. പക്ഷേ കോർപ്പറേഷന്റെ വാതിലുകൾ ഇവർക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടു. കണ്ടൽക്കാടുകൾ മുഴുവൻ ഈ ഭൂമാഫിയകൾ നശിപ്പിച്ച് വെട്ടി നശിപ്പിക്കുക മാത്രമല്ല, അതിനി രണ്ടാമത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തീയിട്ട് നശിപ്പിക്കുക കൂടെയാണ് ചെയ്തത്. അത് പല സ്ഥലത്തും പരാതി കൊടുത്തിട്ട് ഈ അധികൃതരൊന്നും ഇപ്പോഴും സത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് ഇടപെട്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഭൂമാഫിയകളും അതുപോലെ തന്നെ ഈ കണ്ടൽ ചെടി വെട്ടുന്ന ഈ പറയുന്ന ആൾക്കാരും തമ്മിലുള്ള ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ബന്ധങ്ങളാണ് ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്നത്. പ്രകൃതിയുടെ ഈ വരദാനത്തിന് മേൽ മനുഷ്യന്റെ കടന്നുകയറ്റമുണ്ടായാൽ അതിന്റെ ആത്യന്തികമായ ഫലം അനുഭവിക്കേണ്ടി വരിക വരും തലമുറയായിരിക്കും. ഭാവി തലമുറയ്ക്കായി കാത്തുവെക്കണം ഇത്തരം തണ്ണീർത്തടങ്ങളെയെങ്കിലും. ജനം, കോഴിക്കോട്. മരം, വെള്ളം, പോളിത്തീൻ മുക്ത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തി രാജ്യത്തുടനീളം വലിയ പരിവർത്തനം ലക്ഷ്യം വച്ചുള്ള കർമ്മ പരിപാടികൾക്കാണ് പര്യാവരൺ സംരക്ഷണ ഗതിവിധി വിഭാഗം നേതൃത്വം നൽകുന്നത്. പരിസ്ഥിതി നിലനിൽപ്പ് ഭീഷണിയിലായതിനാൽ സാഹചര്യം തിരിച്ചറിഞ്ഞ് എല്ലാ ജനങ്ങളും പ്രകൃതി സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുകയാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ പര്യാവരൺ സംരക്ഷണ ഗതിവിധി വിഭാഗം. പ്രകൃതി ദുരന്തങ്ങളേറെയും മനുഷ്യനിർമ്മിതം. മണ്ണും വെള്ളവും വായുവും മലിനമാക്കുന്നതിന്റെ അനന്തരഫലങ്ങൾ. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലും വയനാട്ടിലെ ചൂരൽമലയിലും പ്രകൃതി കലിതുള്ളിയെങ്കിൽ കാരണം മനുഷ്യൻ തന്നെ. പ്രതിവിധി കണ്ടെത്താതെ രാജ്യത്തെ ജനങ്ങൾക്ക് അതിജീവനം സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞാണ് പര്യാവരൺ സംരക്ഷണ ഗതിവിധി വിഭാഗം കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയത്. മരങ്ങളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കപ്പെടണം. സർവനാശം വിതച്ചേക്കാവുന്ന പോളിത്തീൻ മുക്തമാകണം ഭാരതം. 140 കോടി ജനങ്ങളിലും ഈ സന്ദേശമെത്തണം. മാത്രമല്ല പ്രാവർത്തികമാക്കുക കൂടി വേണം. ഇതിനായി പര്യാവരൺ സംരക്ഷണ ഗതിവിധി വിഭാഗത്തിന് വ്യക്തമായ പദ്ധതികളുണ്ടെന്ന് ദേശീയ സഹസംയോജകൻ രാകേഷ് ജെയിൻ വ്യക്തമാക്കി. पर्यावरण आज बहुत बड़ी समस्या खड़ी हो गई है. हमको ध्यान में आता है कि सारी दुनिया में जहां 422 ट्रीज पर पर्सन, वहीं पर भारत में ये संख्या 28 है. पेड़ों से अपने को जीवन की सभी आवश्यकताओं की पूर्ति होती है. समस्त प्रकार के अन्न, दलहन, तिलहन, लकड़ी, मेडिसिन्स, रबड़, कपड़ा, पर पेड़ों की जो सबसे बड़ी देन है विश्व के लिए वो है प्राण वायु ऑक्सीजन. പോളിത്തീന്റെ പുനരുപയോഗം രാജ്യം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിനായി വിവിധ പദ്ധതികൾ പ്രാവർത്തികമാക്കി. രാജ്യത്തെ സകല വിഭാഗം ജനങ്ങളെയും അണിനിരത്തി പ്രകൃതി സംരക്ഷണത്തിനായി പര്യാവരൺ സംരക്ഷണ ഗതിവിധി വിഭാഗം സുസജ്ജമാണ്. पॉलीथीन के इलाज के रूप में हमारे पास कुछ निदान, उसकी ट्रीटमेंट ध्यान में आते हैं कि 1 लीटर 2 लीटर की जो पानी की बोतल है उसमें ही यदि हम पॉलीथीन को ठोक ठोक कर भरेंगे तो वो तैयार हो जाता है इको ब्रिक. आज फ्रेश पॉलीथीन के या वेस्ट पॉलीथीन के उपयोग कई तरह के शुरू हो गए हैं. लुधियाना में उससे फाइबर बन के कपड़ा बनना शुरू हुआ है. इंदौर, वडोदरा में फर्नीचर बनना शुरू हुआ है.
और इसी तरह से बनारस IIT ने 1 किलोग्राम पॉलीथीन से 800 मिलीलीटर डीजल बनाने में सफलता प्राप्त की है। ये पर्यावरण के दिवस के ऊपर हम लोगों से संकल्प दिलाते हैं, टीम खड़ी करते हैं। विद्यालयों के बीच में महिला शक्ति के साथ, युवा शक्ति के साथ ये सारे काम अपने चलते हैं। ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, വൃക്ഷസംരക്ഷണം, പക്ഷിമൃഗാദികളുടെ സംരക്ഷണം, ഖരമാലിന്യ സംസ്കരണം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നീ 5 കാര്യങ്ങൾ ഒരു വീട്ടിൽ നടക്കുന്നതോടെ ഹരിതഗ്രഹം എന്ന നിലയിലേക്ക് മാതൃകാപരമായി ഉയരുമെന്ന സന്ദേശമാണ് പര്യാവരൺ സംരക്ഷണ ഗതിവിധി മുന്നോട്ട് വെക്കുന്നത്. ജനം, ഡൽഹി. പ്രത്യേക പരിസ്ഥിതി ദിന വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ. നമസ്തേ.